ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളത് ഡേ 3 ആണ് ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും, വീട്ടിലേക്ക് പോകും കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റൊരു 6:30 എഴുന്നേറ്റു. നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. 6:30 എഴുന്നേറ്റു. നമ്മൾ ചായ കാപ്പി പാല് മേടിക്കാൻ വേണ്ടി പോവാണ്. കാരണം ബ്രൂ കാപ്പി നന്നായി ഉണ്ടാക്കും. ബ്രൂ കാപ്പി ബ്രൂ മേടിച്ചിട്ട് കുലുക്കി കുടിച്ചാൽ സൂപ്പറല്ലേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവാണ്. തണുത്തപ്പോൾ ഞാൻ ചുമ്മാ കോട്ടെടുത്തിട്ടാണ്. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ ഗേറ്റ് തുറക്കുമോ ചോദിക്കാൻ വേണ്ടി വെച്ചാൽ 6:30 ഗേറ്റ് ഓപ്പൺ ആക്കുക ആൻഡ് 9:30 ഇത് ക്ലോസ് ചെയ്യും. പക്ഷേ 6:30 ഒരാളെ ഒന്നിച്ചിട്ടില്ല. തണുപ്പല്ലേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ. കാര്യം വെച്ചാൽ ഇവിടെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഹോട്ടൽ വരുന്നത് ഹോട്ടൽ എന്താ പറയുക, നമ്മുടെ റൂം സ്റ്റേ വരുന്നത് ഹോട്ടൽ ടെമ്പിൾ ടവർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത്. ഹോം സ്റ്റേ ആണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരു അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മളത് മേടിക്കുന്നില്ല. കാരണം എന്താ പറയുക, നമ്മൾ പുറത്തത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്നില്ല. എക്സ്പെൻസ് ഒന്നുമല്ല, ജസ്റ്റ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. വയ്യ ചേച്ചാ, ഇന്നലെ കുറേ ട്രാവൽ ചെയ്തു ഞാനറിയാം. ചേച്ചാ ഇന്നലെ കുറേ വണ്ടി ഓട്ടിയില്ലേ. ഇങ്ങനെ വളവും തിരുവായതുകൊണ്ട് എന്താ പറയുക, എന്നെ തന്നില്ല. കാരണം ഇതായത് പുറത്തിറങ്ങി നടന്നു പോകാമെന്ന് വെച്ചു. തണുപ്പത്ത് പോകുന്നു നായകൻ പോക്കെല്ലാം കൈയൊക്കെ ഇട്ട് ഓലൊക്കെ വരയ്ക്കുന്നുണ്ട് ആൾക്കാർ. ഇതാണ് നമ്മൾ പോണ ഏരിയ. അങ്ങനെ നമ്മൾ പാല് മേടിച്ച് ബോണ്ടേ മേടിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. ശരില്ല, ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് നല്ല ക്യൂട്ട് പൂവ്, അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ നമ്മുടെ അവിടെയൊക്കെ വേലിയിൽ വരുന്നില്ലേ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എടുക്കാനൊന്നും പറ്റില്ല. കാണിച്ചു തരാം കണ്ടോ, നല്ലൊരു ക്യൂട്ട് പൂവാണ് കേട്ടോ. പക്ഷെ ഞാൻ കുറേ എൻ്റെ തപ്പി അതിൻ്റെ അറ്റമൊക്കെ നോക്കി. പക്ഷെ അവരെന്നെ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഈ ഒരു പൂവ് നിൽക്കില്ല. അവന് ഞാനത് വിട്ടു. അപ്പോൾ നമ്മൾ റൂമെത്തിച്ച് കാപ്പി റെഡിയാക്കും. കാപ്പി നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പൂവ് ഇറങ്ങും കേട്ടോ. കുറച്ച് പർച്ചേസ് ചെയ്യണം. ഇന്നലെ നമ്മളധികം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കോട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ നിന്നൊരു എന്താ പറയുക കോട്ട് മേടിച്ചു. 140 രൂപ. നാട്ടിൽ നമ്മുടെ നോർമൽ 100 രൂപ 50 രൂപയ്ക്ക് കിട്ടുന്ന കോട്ടില്ലേ, അതൊരു 140 രൂപ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് മാത്രം മേടിച്ചു. ബാഗ് കവർ മാത്രം സെപ്പറേറ്റ് മേടിക്കാൻ വേണ്ടി നല്ല പൈസയാവും. നമ്മൾ കോട്ട് വെച്ചിട്ട് ബാഗ് കെട്ടാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അത് മാത്രം മേടിച്ചു. മഴയുണ്ടായിരുന്നു കേട്ടോ, നല്ല മഴ. തണുപ്പും മഴയൊക്കെ ആയിട്ട് എൻ്റെ പിന്നെ ഗംഭീരമായിരുന്നു. ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നന്നായി ഉറങ്ങി കേട്ടോ, നല്ല തണുപ്പ്, നല്ലതായിട്ട് ഉറങ്ങി. അങ്ങനെ ദേ ഈ ചായൻ്റെ കാപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അത് കുടിച്ച് നമ്മൾ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ കൊച്ചു വർത്താനവും പോയ കാര്യങ്ങളും വന്ന കാര്യങ്ങളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഞാനൊക്കെ റെഡിയായി. ബാഗൊക്കെ ഡിസൈൻ കൊണ്ടുപോയിട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇത് മാത്രമേ ഉള്ളൂ. അത് മേത്ത് നല്ല ഇടാനല്ലേ. ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ് നമ്മൾ പതിയെ ഇറങ്ങും. നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഈ ചായൻ്റെ വീട്ടിലേക്ക് പോകണം. ചാലക്കുടി പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ വേണ്ട വെച്ചു. നല്ല ട്രാവലിംഗ് ആണ്. പിന്നെ നോക്കിയ വീഡിയോയിൽ കാണാം. ഈ ചേട്ടൻ എന്ന് പറയുന്നത് ഖദീർ എന്നാണ് ആളുടെ പേര്. നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അത് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏട്ടനാണ്. പിന്നെ ഇത് നമ്മുടെ ഹോട്ടലിൽ എനിക്ക് ഏറ്റവും ഒരു ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ ഗാർഡനാണ് കേട്ടോ. ചെറിയൊരു കുട്ടി ഗാർഡനാണ്, പക്ഷേ കുറേ പൂക്കളുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വന്നത് എൻ്റെ മേമേനെയാണ്. എൻ്റെ മേമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും 2-3 കൊമ്പ് അടിച്ച് മാറ്റാണ്ട് പുള്ളിക്കാരത്തി അവിടെ നിന്ന് പോരില്ല. അതുകൊണ്ട് എനിക്ക് മേമേനെ കണ്ടപ്പോഴും എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിപ്പോയി. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. വണ്ടി നമ്മൾ പോവാണ്. ആരിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് എല്ലാം അടിപൊളി കേട്ടോ. നമുക്ക് ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പം നമുക്ക് പോവാം ഗൈസ്. ആ ചേട്ടൻ നല്ല ഹെൽപ്പിംഗ് കേട്ടോ. കതിർ എന്നാണ് പേര്. ഹോട്ടൽ ടെമ്പിൾ ടവർ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ഫാമിലിക്ക് ഇഷ്ടം പോലെ റൂംസ് ഉണ്ട്.
ഫാമിലീസ് ഒക്കെ വന്നാണ് കാണാൻ നല്ല ആംബിയൻസ് ഉണ്ട്. ക്വൈറ്റ് അത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. പക്ഷെ അങ്ങനെ തോന്നില്ല, ഒരുപാടൊന്നുമില്ല, നടക്കണ ദൂരേ ഉള്ളൂ. അങ്ങനെ രാവിലെ നടന്നിട്ടാണ് കാപ്പിയൊക്കെ. ലൊക്കേഷൻ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അതെ, നേരെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചാവി കൊടുത്തു ഫ്രീ. അപ്പം നമുക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞു പിന്നെ വീട്ടിലേക്ക് ബൈ, ബാക്ക് ടു ഹോം. ബാക്ക് ടു ഹോം. അയ്യോ മിസ്സിങ് ആവണു അല്ലേ? ഞാൻ എവിടെ പോയാലും അതിൽ അഡിക്റ്റ് ആവും. അതാണ് കൊണ്ടാണ് എൻ്റെ ഒരു പ്രശ്നം. പെട്ടെന്ന് ഇമോഷണലാവും. കുറച്ച് ഇമോഷൻ. എന്തോ റൂമൊക്കെ ആയിട്ട് സെറ്റായി, അവിടുത്തെ ആംബിയൻസ് ഒക്കെ ആയി സെറ്റായി, നമുക്കൊരു ശല്യം ഇല്ലല്ലോ, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം, അത്രയേ ഉള്ളൂ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ പോയാലും നാളത്തെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഇരുന്നാൽ ശരിയല്ല. നമുക്ക് കൊണ്ടുപോയിക്കണം. ബൈ. രാവിലെ നമ്മൾ ഇറങ്ങി പിന്നെ പേസ്ട്രി കോർണറിലേക്കാണ് പോകാൻ വിചാരിച്ചത്. പിന്നെ തൊട്ടപ്പുറത്ത് എന്താ പറയുക ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് എന്തായാലും മേടിക്കണമല്ലോ. അങ്ങനെ ഞാനവിടെ കയറി ചോക്ലേറ്റ് മേടിച്ചിട്ട് ഇറങ്ങുകയാണ്. മേടിച്ച് വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് 3 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടാക്കുന്ന കടയുണ്ട്, അവിടെ പോയിട്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് എടുത്തോളൂ പറഞ്ഞു. നമ്മൾ ഒരു 3 കിലോമീറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സൂസൈഡ് പോയിന്റ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തങ്ങാണ്ട് എൻ്റെ ഫാക്ടറി. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാനാണ് അവർ പറയണത്. പിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം എന്നാൽ തൊട്ടപ്പുറത്ത് തന്നെ കടയിലുണ്ടായിരുന്നു കേട്ടോ ആൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചായപ്പൊടിയും പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ ഫ്രണ്ട്സിന് എന്തൊക്കെയോ മേടിക്കുമായിരുന്നു. ഞാനവിടെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പേസ്ട്രി കോർണറിലേക്കാണല്ലോ. അവിടെയാണെങ്കിലോ നല്ല തിരക്കാണ്, രാവിലെ തന്നെ നല്ല തിരക്കാണ്. നമ്മൾ മോർണിംഗ് പോയാലേ അവിടെ ക്രീം ബണ്ണും കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ രാവിലെ തന്നെ. നല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ക്രീം ബണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാവിലെയാണ് ക്രീം ബണ്ണ് ഉണ്ടാവുക, വൈകുന്നേരം ഉണ്ടാവില്ല. കിട്ടിയിട്ടുണ്ട്, നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനൊരു മസാല ദോശയും ഇച്ചാനൊരു കൽദോശയും പറഞ്ഞു, പിന്നെ ഒരു ഓംലേറ്റും പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരൻ അതൊക്കെ കഴിച്ചു, ഞാനും കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മളോട് ചെറിയ കടകളുണ്ടായിരുന്നു, കുഞ്ഞു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് മേടിച്ചു. വരേണ്ട വഴിക്ക് കുറച്ച് ക്യാരറ്റ്സും കാര്യങ്ങളും കണ്ടപ്പോൾ ക്യാരറ്റും മേടിച്ചു. ഒരു 1 kg അറൗണ്ട് 1 kg ക്യാരറ്റ് മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഒരു സാധനം കൂടി എനിക്ക് മേടിക്കാനുണ്ട്, അത് ഇവിടെ ഒന്നും കിട്ടുന്നില്ല, പോണ വഴിക്ക് വേണം നോക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ചുരം ഇറങ്ങാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, അതാണ് ഇത്. രേണുവിനാണ്, എൻ്റെ ചേച്ചിക്കാണ്, അവൾക്ക് പൂ വേണമെന്നത്രേ. അപ്പോൾ ഞാനിത് നമ്മുടെ കൊടൈക്കനാൽ ഉള്ളിലൊന്നുമില്ല, പക്ഷെ കൊടൈക്കനാൽ കയറുന്ന എൻട്രൻസിൽ ഈ ഒരു സംഭവം വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേണുവിനാണ് ഈ ഒരു പൂവ്. അങ്ങനെ നമ്മുടെ കുറേ സമയത്തെ ട്രാവലിങ്ങിനൊക്കെ ശേഷം നമ്മളിതേ വീട്ടിലേക്ക് എത്തി. ഈ ചാന നാട്ടിലേക്ക് എത്തി, തോലന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ചാന വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. ഈ നെൽപ്പാടമാണ്, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് മൊത്തം നെൽപ്പാടമാണ് കേട്ടോ. അപ്പം നമ്മളിതേ സേഫായിട്ട് തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ ഉറക്കം വന്ന് ചത്തു ഞാനത് വേറെ കാര്യം. പിന്നെ അതേ വീടെത്തിപ്പിക്ക് അമ്മയും വന്നിട്ടുണ്ട്. അമ്മയും പണി കഴിഞ്ഞ് വന്നു. ഞങ്ങളും അമ്മയും ഒരുമിച്ചാണ് എത്തിയത് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര നാണമാണ്. അങ്ങനെ നമ്മളിതേ സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ബാക്ക് ടു ഹോമിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.